ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ സംഭവമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തും അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളും ഇസ്ലാമിക ലോകത്തെ തന്നെ രണ്ടായി തരംതിരിക്കുന്നതിലേക്കും പണ്ഡിതന്മാരെയും സ്വഹാബികളെയും താബികളെയും താബികളെയും നമ്മൾ സലഫെന്നും പിന്നീട് ഖലഫെന്നും അതിനുശേഷം വന്നവരെയും ഇസ്ലാമിക ലോകത്തിൽ തന്നെ അത്യുന്നതരായ ആൾക്കാരെ പോലും ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിലേക്കും നയിച്ച സംഭവങ്ങളാണ് മുലൂക്കിയത്ത് എന്ന് പറയുന്ന ചർച്ച. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രാജാധിപത്യം എന്നത് ഇസ്ലാമിന് അന്യമാണോ എന്നൊരു ചോദ്യമാണ്. ഖുർആനിൽ ഖലീഫ അല്ലെങ്കിൽ ഖിലാഫത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് സംസാരിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ സൂറത്ത് സ്വാദ് 26-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർള് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനുശേഷമുള്ള ആയത്തുകൾ പറയുന്നു ജനങ്ങൾക്കിടയിൽ ഹുക്മ് നടത്തണം, നീതിപൂർവ്വം നിയമം വിധിക്കണം എന്ന് പറയുന്ന ആയത്ത് തുടരുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ദാവൂദേ നിന്നെ ഞാൻ ഭൂമിയിൽ ഖലീഫയായി നിയമിച്ചിരിക്കുന്നു എന്നാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം ആരായിരുന്നു? രാജാവായിരുന്നു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും രാജാവായിരുന്നു. അതിനുശേഷം യഹൂദരുടെ ചരിത്രം പറയുമ്പോൾ അവർക്കിടയിൽ നബിമാരെയും അവർക്കിടയിൽ നാം രാജാവിനെയും അയച്ചിരുന്നു എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പോൾ രാജാധിപത്യത്തിനും ഈ മൊണാർക്കി, ഈ കിങ്ഡം അല്ലെങ്കിൽ മുലൂക്കിയത്ത് എന്നതിനൊക്കെയും എന്തോ ഒരു ഖുർആനികമായ തെളിവുകൾ അവിടെ ബാക്കിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ശേഷം ഉണ്ടാവുന്ന ആ ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, അവ്വൽ ഹാദൽ അംറു നുബുവത്തൻ വറഹ്മ. ഈ ഭരണ സംവിധാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നുബുവത്തും റഹ്മത്തുമായിരിക്കും ഉണ്ടാവുക. പിന്നീട് പറഞ്ഞു സുമ്മ യകൂനു ഖിലാഫത്തും വറഹ്മ, പിന്നീട് ഉണ്ടാവുക ഖിലാഫത്തും പിന്നെ റഹ്മത്തും, അതിൻ്റെ കൂടെ റഹ്മത്തുമാണ് ഉണ്ടാവുക. അതിനുശേഷം പറഞ്ഞു സുമ്മ യകൂനു മലിക്കും വറഹ്മ, രാജാധിപത്യവും രാജാവും റഹ്മത്തുമാണ് ഉണ്ടാവുക. പിന്നീട് അത് വഴിതെറ്റിപ്പോവുകയും നിങ്ങൾ സൂക്ഷിക്കണം, ജിഹാദ് ചെയ്യണം, ഇങ്ങനെ സൂക്ഷ്മത പുലർത്തണം എന്നൊക്കെ പറയുന്ന ഹദീസ് നമുക്ക് പിന്നീട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പോലും റഹ്മത്തുള്ള രാജാധിപത്യത്തെ പരാമർശിക്കുന്നതായും കാണാം. അതുകൊണ്ടാവാം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആദ്യത്തെ രാജാവായി സ്വഹാബികൾ തന്നെ വിളിച്ചത്. ഇപ്പം മുലൂക്കിയത്തിന് പ്രശ്നമുണ്ടോ? രാജാധിപത്യം എന്നത് വലിയൊരു വെല്ലുവിളിയായും ഒരു രാഷ്ട്രീയാധികാരം എന്ന നിലയിൽ ഉച്ചാടനം ചെയ്യപ്പെടേണ്ട ഒരു ചർച്ചയായും പരിഗണിക്കേണ്ടതുണ്ടോ? നമ്മൾ ഡെമോക്രസിയുടെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഡെമോക്രസി തുടങ്ങിയത് ഇന്നൊന്നും അല്ല, അത് BC കാലഘട്ടത്തിലാണ്. 300-400-300 കാലത്തിലാണ് അത് ഉണ്ടാകുന്നത്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ് ഒക്കെ കാലത്താണ് ഡെമോക്രസി ഉണ്ടാകുന്നത്. ഡെമോക്രസി ആധുനിക ചിന്തയൊന്നുമല്ല, പഴയ ചിന്തയാണ്. ഡെമോക്രസിയെക്കുറിച്ച് പ്ലേറ്റോ പോലുള്ള ആൾക്കാർ പറഞ്ഞത് ഏറ്റവും വേസ്റ്റായ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഡെമോക്രസി, ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ സംവിധാനമാണ് ഡെമോക്രസി എന്ന്. കാരണം ഡെമോക്രസിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള വർത്തമാനം പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം തന്നെ, പ്ലേറ്റോ തന്നെ എടുത്ത് പറഞ്ഞ ഏറ്റവും നല്ല ഭരണം രാജഭരണമാണ്. അദ്ദേഹം തന്നെ ഡെമോക്രസിയുടെ കാലത്തെ അവരുടെ പ്രാമാണികരായ ആൾക്കാർ തന്നെയും പൊക്കി വെച്ചത് രാജഭരണത്തെയാണ്. കാരണം രാജഭരണത്തിൻ്റെ ഭരണം, അറ്റ്ലീസ്റ്റ് ഒരു ഭരണമെങ്കിലും നന്നായി കൊണ്ടുപോകാൻ കഴിയും, പലപ്പോഴും പല ഉപകാരങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ വിശദീകരിച്ച് പറയുന്നത് കാണാം. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് നിന്നുകൊണ്ട് മുലൂക്കിയത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ ഖുർആൻ തന്നെയും പ്രവാചകന്മാരെയോ ഖുർആൻ പരാമർശിച്ച ഭരണകർത്താക്കളെയോ പറയുമ്പോഴൊക്കെയും മലിക്ക് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മലിക്കായ റഹ്മത്ത് നിറഞ്ഞ കാരുണ്യവാനായ രാജാവിനെ പരാമർശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും കാണാം. ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതായത് പ്രഡിക്ഷൻ കൂടാണത്. നബി പറഞ്ഞത് എന്താണ്? വരാൻ പോകുന്ന കാലത്തിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന ഹദീസിലാണ് മലിക്കിൻ്റെ പരാമർശം പോലും ഉള്ളത്. അപ്പോൾ
അതൊരു പ്രശ്നം നിറഞ്ഞ പദമാണോ? നമ്മൾ എന്തുകൊണ്ടാണ് ഖിലാഫത്തിനെയും മുലൂക്കിയത്തിനെയും പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത്? പ്രശ്നം അത് ഈ പ്രോബ്ലമറ്റൈസ് ചെയ്യാനുള്ള പ്രധാന കാരണം അവിടെ എന്ത് നടക്കുന്നില്ല, പലപ്പോഴും ജനാ താല്പര്യങ്ങൾ നടക്കുന്നില്ല, കുടുംബവാഴ്ച മാത്രം നടക്കുന്നു, സ്വജനപക്ഷപാതിത്വം നടക്കുന്നു, അത് അതോറിറ്റേറിയനിലേക്ക് പോകുന്നു, ഡിക്റ്റേറ്റർഷിപ്പ് രൂപപ്പെടുന്നു. പലപ്പോഴും ഒരു കുടുംബത്തിൻ്റെ പേരിൽ, ഒരു അഭിപ്രായത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിസൺസ് ഗ്രൂപ്പ് മാത്രം ഭരിക്കുന്ന ഒരു അസബിയ പക്ഷപാതിത്വം മാത്രമുള്ള ഒരു ലോകത്തേക്ക് മാത്രമായി ഈ ഭരണ സംവിധാനം മാറുന്നതോടുകൂടി ഇസ്ലാം പഠിപ്പിച്ച പല ഷൂറ കൺസെപ്റ്റും ബയാത്തും പല കാര്യങ്ങളും നടപ്പിലാകാതെ വരികയും ആ ഭരണ സംവിധാനത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് മുലൂക്കിയത്തിനെ അത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലേക്ക് പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്. നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാ പണ്ഡിതന്മാരും ജീവിച്ചത് സൽത്തനത്തുകളുടെ കാലത്താണ്, സുൽത്താനേറ്റുകളുടെ കാലത്താണ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ അന്നത്തെ ഭരണകർത്താവിനെ നീ പറ്റൂല, ഇങ്ങനല്ല ശരിയെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല. പകരം അവരെല്ലാം ചെയ്തത് എന്താണ്? നസീഹത്ത് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നസീഹത്ത് എന്നാണ് അതിന് പറയുക. അതായത് ഭരണാധികാരിയോട് വളരെ മാന്യമായും എന്നാൽ വളരെ സ്ട്രിക്റ്റായും വളരെ ശക്തമായ സ്വഭാവത്തിലൂടെ സംസാരിക്കാൻ പറ്റുന്ന രീതി അവർ കൈകാര്യം ചെയ്ത്. അദ്ദീനു അന്നസീഹ, ദീനത്ത് എന്ന് പറയുന്നത് അന്നസീഹ, നസീഹത്താണെന്ന് പറയുന്ന ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നസീഹത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന ഇമാം ഗസാലിയുടെ ഒരു കിതാബുണ്ട്. ഇമാം ഗസാലി ജീവിച്ചത് സെൽജൂക്കികളുടെ കാലത്താണ്. 12-13 നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ 11 മുതൽ 13 നൂറ്റാണ്ട് വരെയൊക്കെ സെൻട്രൽ ഏഷ്യൻ, തുർക്കിക്ക്, ഇറാനി ഭാഗങ്ങളൊക്കെയും കുറച്ച് ഷാം ഭാഗങ്ങളൊക്കെയും ഭരിച്ച ഒരു ഭരണാധികാരമാണ് സെൽജൂക്കുകൾ. അതായത് മലിക് അൽപർസലാൻ, മലിക് ഷാ, സഞ്ചാർ, ബീറാഫ് എന്നടക്കമുള്ള ഒരുപാട് ഭരണാധികാരികൾ അവരുടെ ചരിത്രത്തിലുണ്ട്. അതിൽ മലിക് ഷായുടെ കാലത്തെ നിസാമുൽ മുൽക്ക് എന്നറിയപ്പെട്ട പ്രധാനപ്പെട്ട പണ്ഡിതനും ഗവർണറുമായിരുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ നിസാമിയ മദർസയിലെ ഷെയ്ഖാക്കി ഇമാം ഗസാലി നിയോഗിക്കപ്പെടുമ്പോൾ അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ മലിഷായ്ക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി എഴുതിയ കിതാബിൻ്റെ പേരാണ് നസീഹത്തുൽ മുലൂക്ക്. ഭരണാധികാരി എങ്ങനെ ഭരിക്കണമെന്നും ജനങ്ങളുടെ സംരക്ഷണം, ജനങ്ങളുടെ വെൽഫെയർ എങ്ങനെ ഉറപ്പാക്കണമെന്നും അവിടെ അനീതി ഉണ്ടാവാൻ പാടില്ല എന്നും നിയമവും അല്ലെങ്കിൽ വിജയം മാത്രമാണ് ലക്ഷ്യം വെക്കേണ്ടതെന്നും എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു കിതാബാണ് നസീഹത്തുൽ മുൽക്ക്. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുണ്ട്. നിങ്ങളത് വളരെ അനിവാര്യമായും വായിക്കേണ്ട കിതാബാണ്. പൊളിറ്റിക്കൽ ലിറ്ററേച്ചറിലെ പ്രധാനമായും കരുതുന്ന ഒരു കിതാബാണ്. സിയാസത്ത് നാമ എന്ന് പറയുന്ന കാബൂസിൻ്റെ ഒരു കിതാബുണ്ട്. കാബൂസിൻ്റെ ഒരു കിതാബാണ് സിയാസത്ത് നാമ. ഈ കിതാബുകളെല്ലാം ഭരണാധികാരികളോട് എങ്ങനെ കൽപ്പിക്കണം, എങ്ങനെ ഭരിക്കണം എന്ന് വിശദീകരിക്കുന്ന കിതാബുകളാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവരാരും എതിർക്കാത്തത്? അബ്ദുൽ ഖാദർ ജീലാനി, ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ നമുക്ക് എടുത്തു പറയേണ്ട ആകർഷകമായ ഒരു സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൽ പുതിയൊരു ഖാദി നിയോഗിക്കപ്പെട്ടു. ആ ഖാദിയാണെങ്കിൽ സ്വജനപക്ഷപാതിത്വത്തിലും കറപ്ഷനിലും കുപ്രസിദ്ധനായിരുന്നത്രേ. ഇത് അബ്ദുൽ ഖാദർ ജീലാനി ഇത് അറിയുകയും അദ്ദേഹം ആദ്യം ഭരണാധികാരികളൊക്കെ ലോക്കൽ ഭരണാധികാരികളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയും അത് കേൾക്കാതെ വരികയും ചെയ്യുമ്പോൾ പള്ളികളോളം നടന്ന് ക്യാമ്പയിൻ നടത്തിയെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അതും കേൾക്കാതെ വന്നപ്പോൾ ആ സമയത്താണ് ഖലീഫ ആ ഭാഗത്ത് വരികയും ഖലീഫ പള്ളിയിലുണ്ടായിരിക്കുമ്പോൾ ചാടിക്കയറി മെമ്പറിൽ കയറുകയും അവിടെ നിന്ന് ഖലീഫയോട് ചോദിച്ചു, പരലോകത്ത് നീ ആരോട് മറുപടി പറയും എന്ന് ധൈര്യത്തോടു കൂടി ഖലീഫയോട് സംസാരിക്കുന്ന ഒരു മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ചരിത്രം കൂടിയിട്ടുണ്ട്. അതായത് നസീഹത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഉപയോഗിക്കുക. അവിടെയും നീ ഖലീഫയല്ല ഒന്ന് എന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. കൗൺസിലിംഗ് ഒരു പ്രധാന ടൂളായിട്ടാണ് പണ്ഡിതന്മാരൊക്കെയും മുലൂക്കിയത്തിൻ്റെ കാലത്ത് കൈകാര്യം ചെയ്തത്. ഭരണ സംവിധാനത്തെ തൂത്തെറിയുക എന്നതിനേക്കാളും അപ്പുറം നിലനിൽക്കുന്ന മുസ്ലിം ഇസ്ലാമിക ഭരണ സംവിധാനത്തെ സംരക്ഷിക്കുകയും നേർവഴിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നത് ആലോചിക്കുക എന്നതായിരുന്നു ആദ്യകാല പണ്ഡിതന്മാർ തുടങ്ങി മധ്യകാല പണ്ഡിതന്മാർ വരെയും ഇന്നും ഏറെക്കുറെ പലരും ആ ഒരു ചിന്തയെ വെച്ച് പുലർത്തുന്നവരാണ്. ഇങ്ങനെയാണ് മുലൂക്കിയത്തിൻ്റെ ഒരു സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ടെർമിനോളജികളിൽ പ്രധാനപ്പെട്ട 1-2 പദങ്ങളാണ് നമ്മൾ പറഞ്ഞ നേരത്തെ ഖിലാഫത്ത്.
പക്ഷേ മലിക്ക് എന്നുള്ള പദം തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ മലിക്കായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിന്നീട് മലിക്ക് എന്ന രീതിയിലാണ് അത് അറിയപ്പെട്ടത്. സഹാബികൾ തന്നെ അംർ ബിൻ ആസിനെ പോലുള്ള സഹാബികൾ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്ന മലിക് എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അവരതൊരു പ്രോബ്ലം കാണുന്നില്ല. കാരണം 30 വർഷക്കാലത്തെ ഖിലാഫത്ത് എന്ന് പറയുന്ന നബിയുടെ തന്നെ ഒരു പ്രവചനമാണ്. അതിനുശേഷം വരുന്നതിനെ മലിക്കായിട്ട് സഹാബികൾ തന്നെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറായി നിലനിൽക്കുകയും ഭരണ സംവിധാനത്തിനെ മുലൂക്കിയത്തായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു വില്ലനൊന്നും ആയിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തിന് ശേഷം എല്ലാവരെയും ഭരണത്തിൽ നിന്ന് മാറ്റുന്ന ഉമർ റളിയല്ലാഹു അൻഹു അപ്പോഴും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഭരണത്തിൽ നിന്ന് മാറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഗവർണറായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തും അദ്ദേഹത്തിൻ്റെ ഗവർണറായിരുന്നു. മുആവിയ റളിയല്ലാഹുവിൻ്റെ മുആവിയയുടെ സംഭവത്തിലാണ് അതിനൊരു ചെറിയ പ്രശ്നങ്ങൾ വരുന്നത്. അത്രയും വർഷം ഭരണപരിചയമുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവാണ് പിന്നീട് ഏകദേശം 20 വർഷത്തിൻ്റെ അടുത്തോളം വീണ്ടും ഖലീഫയായി മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാത്തിബുൽ വഹി ആയിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഒരുപാട് ഒട്ടുമിക്ക പിന്നീട് വന്ന പല യുദ്ധങ്ങളിലും പങ്കെടുത്ത മുജാഹിദാണ് മുആവിയ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം സന്തോഷവർത്തമാനം അറിയിച്ച സഹാബിമാരിൽ ഒരാളായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളിയനായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. കുടുംബപരമായി പറയുകയാണെങ്കിൽ അബൂ സുഫിയാൻ്റെ മകളായ ഉമ്മു ഹബീബയുടെ ഭർത്താവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അബൂ സുഫിയാൻ്റെ മകനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. നബിയുടെ അളിയനായും ഒരു തരത്തിൽ ബന്ധം നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടാതെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഒട്ടുമിക്ക ഭാഗങ്ങളിലേക്കും ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത്. കപ്പൽ സൈനിക പരമ്പരയുടെ നേതൃത്വം മുആവിയ റളിയല്ലാഹുവിൻ്റെ കയ്യിലായിരുന്നു. ഷാം എന്ന് പറയുന്നത് അന്നത്തെ ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട സെൻറ്റർ. അതുകൊണ്ടാണ് ആര് ദമസ്കസ് പിടിച്ചെടുക്കുന്നോ, ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാം, ആര് ദമസ്കസ് പിടിച്ചെടുക്കുന്നോ അവൻ്റെ കയ്യിലാണ് ഷാം എന്ന് പറയുന്ന ആ വലിയ പ്രൊവിൻസസിൻ്റെ അധികാരം കിട്ടുക എന്നത് പണ്ട് മുതലേ ഉള്ള ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടാണ്. അത് ഇന്നും അതേപടി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ അടുത്ത് ഈ തുർക്കിയിലെ പ്രധാനപ്പെട്ട മെഹ്പ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു പാർട്ടി ഉണ്ട്, മില്ലി ഹൽക്ക പാർട്ടീസ് എന്ന് പറയുന്ന ഒരു അൾട്രാ സെക്യുലറിസ്റ്റ് വലതുപക്ഷ പാർട്ടിയാണ്. എർദോഗാൻ്റെ സഖ്യകക്ഷിയാണ്. അതിൻ്റെ ലീഡർ പറഞ്ഞൊരു കാര്യം, അയാളുടെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ദമസ്കസ് പിടിച്ചെടുത്ത് കഴിഞ്ഞു, ഇനി ഫലസ്തീൻ തൊട്ടുടനെ തന്നെ മോചിപ്പിക്കപ്പെടുന്നു. കാരണം ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ കൺസെപ്റ്റ് ഇപ്പോഴും ബാക്കിയാണ്. ദമസ്കസ് ആരുടെ കയ്യിലാണോ അതാണ് ഫലസ്തീൻ. അതുകൊണ്ട് അന്നും ആ ദമസ്കസ് ഭരിക്കുന്ന മുആവിയ റളിയല്ലാഹുവിൻ്റെ കയ്യിലുള്ള മിലിറ്ററിയാണ് അലി റളിയല്ലാഹുവിൻ്റെ മിലിറ്ററിനേക്കാളും പവർഫുള്ളായിരുന്നത്. നിങ്ങൾക്കറിയാമോ, സിഫീൻ യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധം തുടങ്ങാൻ ആവശ്യപ്പെടുന്ന അലി റളിയല്ലാഹു അൻഹു ആണ്. യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹുവിനേക്കാളും ഏറ്റവും കൂടുതൽ സൈനിക ശക്തിയുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹുവിനാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവാണ് ചോദിച്ചത്, രക്തം നമ്മൾ ചീന്തണോ എന്ന് ചോദിച്ചത്. ക്രൂരനായ ഷിഈ ചരിത്രരചനകളിലാൽ അല്ലെങ്കിൽ ചില സുന്നി ചരിത്രരചനകളിലാലും വക്രീകരിക്കപ്പെട്ട ഒരു ഇമേജാണ് മുആവിയ റളിയല്ലാഹു അൻഹു വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ കരുതാനും പാടില്ല എന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. അവിടെ നിന്നാണ് മുലൂക്യത്തിന് ചർച്ച തുടങ്ങുന്നത്. അങ്ങനെ വളരെ നീതിപൂർവമായ അഹ്ലുബൈത്തിനോടും ആ ക്രൈറ്റീരിയ മുഴുവൻ പാലിച്ച ഒരാളായിട്ടാണ് സുന്നി ചരിത്രകാരന്മാർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചിത്രീകരിക്കുന്നത്. പക്ഷേ അവസാന സമയത്തേക്ക് എത്തുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇജ്തിഹാദിൻ്റെ ചർച്ചകൾ രൂപപ്പെടുന്നത്. യസീദ് ആരാണ്? മകനായ യസീദിനെ അടുത്ത ഖലീഫയായി നിശ്ചയിക്കുമ്പോൾ ഷൂറ സംവിധാനത്തിന് പ്രശ്നം വരുന്നു. മകന് ഇതുവരെ ആരും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ കുടുംബവാഴ്ചയിലേക്കുള്ള തുടക്കമാകുന്നു. ആ കുടുംബവാഴ്ചയിലേക്കുള്ള തുടക്കമാകുന്നതോടുകൂടി ഖിലാഫത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അടിയേറ് അറുക്കുന്ന ഒരു ചിന്തയായി മാറുന്നു. അതോടുകൂടി അനിസ്ലാമികമായി മാറുന്നു. അതുകൊണ്ട് മുലൂക്കിയത്ത് പ്രശ്നമാകുന്നു എന്ന ചരിത്രപരമായ വായനയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ യസീദ് റളിയല്ലാഹു അൻഹു എന്ന് തന്നെ കാണണമെന്ന് പറയുന്ന പകുതിയോളം ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്. യസീദ് എന്നത് ഷീഈ ചരിത്രരചനകളാൽ വില്ലനാക്കപ്പെട്ട അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് കാരണക്കാരനായ കള്ളുകുടിയനായ വൃത്തികെട്ടവനായ ഒരു ഇമേജ് എന്നൊക്കെ രീതിയിൽ ഷീഈ ചരിത്രരചനകളുണ്ട്. അത് പലതും ഫേക്കാണെന്നും അത് ഉണ്ടാക്കപ്പെട്ട ചരിത്രമാണെന്നും യസീദ് നല്ലവനായിരുന്നുവെന്നും യസീദ് എന്ന് പറയുന്ന ബൈസാന്റിയൻ ഭാഗത്തേക്ക് സൈന്യത്തെ അയച്ചപ്പോൾ ആ സൈന്യത്തിന് നേതൃത്വം കൊടുത്ത
ആളായിരുന്നു യസീദെന്നും നബി യസീദിൻ്റെ ആ കാലത്ത്, അതായത് യസീദ് എന്ന മിലിറ്ററി ജനറലാണ്, യസീദിൻ്റെ സൈന്യത്തിൽ 300-ലധികം സഹാബികൾ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നുവെന്നും ആ സഹാബികൾക്ക് ഇമാമത്ത് നിന്ന ആളായിരുന്നു യസീദെന്നും ഖുർആനോട് നല്ല ബന്ധമുണ്ടാവുകയും ഹാഫിളായിരുന്നു എന്ന് പറഞ്ഞ ചരിത്ര വായനകളുണ്ട്. അങ്ങനെ ഹജ്ജിന് നേതൃത്വം കൊടുത്ത, ഹജ്ജിന് ഒരാൾ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തഖ്വയുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് കണ്ടിരുന്നത്. ഹജ്ജിന് നേതൃത്വം കൊടുത്ത ബൈസാൻഡിയൻ, അതായത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള ഒരുപാട് അറ്റാക്കുകൾ പണ്ട് മുതലേ തുടങ്ങിയിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തിന് ശേഷം മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരുപാട് രൂക്ഷമായിരുന്നു. ബൈസാൻഡിയനിലേക്കുള്ള യുദ്ധത്തിന്, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ലക്ഷ്യം വെക്കുന്ന യുദ്ധത്തിനുള്ള സൈന്യത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു പ്രബലമായ ഹദീസ് തന്നെയുണ്ട്. ആ ജയ്ഷ് എത്ര സുന്ദരമായ ജയ്ഷാണ്, ആ ജയ്ഷിൻ്റെ, ആ സൈന്യത്തിൻ്റെ അമീർ എത്ര നല്ലവനായ അമീറാണെന്നൊക്കെ പറയുന്ന ഒരു ഹദീസുണ്ട്. ആ സൈന്യത്തിന് നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു യസീദ്. അങ്ങനെ നബിയുടെ തന്നെ ഹദീസിനെ സാക്ഷാത്കരിക്കുന്ന ക്വാളിറ്റി ഉള്ള ഒരാൾ, ഹജ്ജിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ, സഹാബിമാർക്ക് ഇമാമത്ത് നേതൃത്വം കൊടുത്ത ഒരാൾ, ഖുർആനുമായും പല കാര്യങ്ങളിലും നല്ല പാണ്ഡിത്യമുള്ള ഒരാൾ, ഇങ്ങനെയൊക്കെയുള്ള യസീദിന് എന്തുകൊണ്ട് തനിക്ക് അധികാരം കൊടുത്തുകൂടാ? അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ വേറൊരു പ്രശ്നങ്ങളുണ്ട്. ട്രൈബൽ അലയൻസ് വലിയൊരു ചർച്ചയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു, അതായത് ട്രൈബൽ അലയൻസ് എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. ഷാം എന്ന് പറയുന്ന ആ പ്രവിശാലമായ ആ ലോകത്ത് ഒരുപാട് ട്രൈബുകളുണ്ട്. ആ ട്രൈബുകൾ, ആ ഗോത്രങ്ങൾ മുഴുവനും പൊളിറ്റിക്കൽ സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹത്തിനല്ലാതെ വേറെ ആൾക്കും അനുകൂലമായ നിലപാട് അവർ സ്വീകരിക്കില്ല. ആ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്തണമെങ്കിൽ മുആവിയ തന്നെ നിശ്ചയിക്കുന്ന ഒരാളായാലേ പറ്റൂ. കാരണം അവിടെ എന്ത് തന്നെ ആണെങ്കിൽ പോലും മുആവിയ റളിയല്ലാഹു അൻഹു അംഗീകൃത ഖലീഫയായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും ചില അസ്വാരസ്യങ്ങൾ ആ ഭാഗത്ത് പലതായിട്ടുണ്ട്. അപ്പോൾ ആ അസ്വാരസ്യങ്ങളെ മറികടക്കണമെങ്കിൽ, നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തെ നിലനിർത്തണമെങ്കിൽ, അതിൻ്റെ കൂടെ തന്നെ ഈ പൊളിറ്റിക്കൽ അലയൻസിനെ, ട്രൈബൽ പൊളിറ്റിക്കൽ അലയൻസിനെ പ്രധാന മിലിറ്ററി ശക്തിയാണത്, അതിനെ തന്നെ തൻ്റെ കൂടെ നിർത്തണമെങ്കിൽ, അതിനൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? തനിക്ക് പറ്റിയ, നാട്ടുകാർക്ക് പറ്റിയ, തൻ്റെ അധികാരശേഷിയുള്ള സ്വാധീനമുള്ള ലോകത്തിന് തൃപ്തിയുള്ള ഒരാളെ തന്നെ നിയമിക്കണം. അങ്ങനെ വിഷയമുണ്ട്. ഈ ചിന്തയ്ക്കൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഇജ്തിഹാദാക്കി എന്തുകൊണ്ട് നമ്മൾ അതിനെ പരിഗണിക്കുന്നില്ല? യസീദിനെ തീരുമാനിക്കുന്നതിൽ അദ്ദേഹത്തിന് ഇജ്തിഹാദായി എന്തുകൊണ്ട് പരിഗണിക്കുന്നത്? ഇബ്നു തൈമിയ്യ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്തത് അത് മുആവിയയുടെ ഇജ്തിഹാദായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാം. അത് ഇബ്നു ഖയ്യിം, ഇമാം ഗസാലി അടക്കം ഏകദേശം എല്ലാവരുടെയും കിതാബുകളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇജ്തിഹാദായിരുന്നു, രാഷ്ട്രീയ നിരീക്ഷണമായിരുന്നു. അതേ ഇജ്തിഹാദിൻ്റെ നിയമസാധുത എന്തുകൊണ്ട് തൻ്റെ മകനെ അധികാരത്തിലേക്ക് ഏൽപ്പിക്കുന്നതിൽ നമുക്ക് വെച്ചു കൊടുത്തുകൂടാ? പണ്ഡിതന്മാർ, അതായത് അന്ന് പ്രധാന ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈറിനെ പോലുള്ള വലിയ മഹാന്മാരായ സഹാബികളും പണ്ഡിതന്മാരും അവിടെ ഉണ്ടാവുകയും അത് അഭിപ്രായ വ്യത്യാസം കാണിക്കുമ്പോൾ പോലും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കാഴ്ചപ്പാടിനെ ഷാമുള്ള പല ആൾക്കാരും സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിലാഫത്തിൻ്റെ സെൻറ്ററുകൾ മാറുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കിയപ്പോൾ പോലും മദീനയിൽ തന്നെയാണ് നിന്നത്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ മദീനയിൽ തന്നെയായിരുന്നു. പക്ഷെ അലി റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മാറി ഇടക്കാലത്ത് ബസ്രയിലേക്ക് ഖിലാഫത്തിൻ്റെ ക്യാപിറ്റൽ മാറ്റി. മുആവിയ റളിയല്ലാഹു അൻഹു ഇതൊന്നും സ്വീകരിക്കാതെ ദമസ്കസിൽ തന്നെ നിന്ന്. എന്തുകൊണ്ടാണ്? പൊളിറ്റിക്കൽ സ്ട്രക്ചർ, അലയൻസ്, മിലിറ്ററി അലയൻസ്, ട്രൈബൽ അലയൻസ്, അതുപോലെ തന്നെ ഈ സപ്പോർട്ടേഴ്സുകളുടെ സാന്നിധ്യം, ഇതൊക്കെയും ഈ ഒരു രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വലിയ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായി, അംഗീകൃത ഖലീഫയായി മാറിയതിനു ശേഷം അദ്ദേഹം സ്ഥലം മാറിയിട്ടില്ല, അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇതൊക്കെയും ചേർത്തുകൊണ്ടാവണം നമ്മൾ ആ ഒരു ചരിത്രവായനെ കാണേണ്ടത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതായത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോഴും പറയുന്നത് പോലെ അതൊരു കുടുംബ വ്യവസ്ഥയിലേക്ക് മാറ്റിപ്പോയി എന്നത് ശരി തന്നെയാണെങ്കിൽ പോലും ആ തീരുമാനത്തെ ഇങ്ങനെ ഒരു സാധ്യതയും കൂടി എന്തുകൊണ്ട് വെച്ചു കൊടുത്തുകൂടാ എന്നും കൂടി ആലോചിക്കുക എന്നുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായും യസീദ് അധികാരത്തിൽ വരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഹസൻ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ക്യാരക്ടറിൽ ചില വ്യത്യാസങ്ങളുണ്ട്.
ഹസൻ റളിയല്ലാഹുവിനെയാണ് അലി റളിയല്ലാഹുവിൻ്റെ ഷഹാദത്തിന് ശേഷം നാട്ടുകാർ ഖലീഫയാക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ ഹസൻ റളിയല്ലാഹുവിന് കുറച്ചും കൂടെ സാധ്യനാകുകയും രാഷ്ട്രീയ ആ ഒരു ലോകത്ത് വലിയ ഇടപെടാത്ത ആളായതുകൊണ്ട് മുആവിയ റളിയല്ലാഹുവിൻ്റെ കപ്പാസിറ്റി തിരിച്ചറിയുകയും അദ്ദേഹവുമായി ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അധികാരം ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹുവിന് കുറച്ചും കൂടി ഒരു ആവേശം ഉള്ള ഒരാളായിട്ടാണ് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തോട് കൂഫയിലേക്ക് പോവരുതെന്നും അവിടെയുള്ള ജനങ്ങൾ താങ്കളോട് കൽപ്പിക്കുന്ന ലോയാലിറ്റി പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ തീരുമാനങ്ങൾ ശരിയല്ല എന്നും ഹുസൈൻ റളിയല്ലാഹുവിനോട് പറയുന്ന കുടുംബക്കാർ തന്നെയുണ്ട്. അലി റളിയല്ലാഹുവിൻ്റെ മറ്റൊരു മകനാണ് മുഹമ്മദ് ഹനഫിയ. വലിയ പിന്നീട് ഇമാമായി അദ്ദേഹം അറിയപ്പെട്ടു, വലിയ പണ്ഡിതനായിരുന്നു. വേറെയും ഭാര്യയിലുണ്ടായ ഒരു മകനാണ്. അദ്ദേഹവും ഹുസൈനോടും ഈ ടീമിനോടും പറഞ്ഞു, നിങ്ങൾ ഈ പടപ്പുറപ്പാട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് കേട്ടില്ല എന്നാണ് ചില ചരിത്ര നിരീക്ഷകന്മാർ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ പോവുകയും കൂഫക്കാർ വാക്ക് പിൻവലിക്കുകയും ഈ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഈ ഒരു പടപ്പുറപ്പാടിനെ രാജ്യദ്രോഹ കുറ്റമായി ആയിട്ടാണ് അലി റളിയല്ലാഹുവിന് മുആവിയനെ കണ്ടതുപോലെ മുആവിയ റളിയല്ലാഹുവിനെ കണ്ടതുപോലെ യസീദ് ഹുസൈൻ റളിയല്ലാഹുവിനെ കണ്ടത്. അങ്ങനെയാണ് അതിനെ തടുക്കുവാൻ വേണ്ടിയിട്ടാണ് സിയാദ് എന്ന് പറയുന്ന ഒരാളെ സൈന്യവുമായി അങ്ങോട്ട് അയക്കുന്നത്. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത്, ഈവൻ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ പോലും പറയുന്നത് ഒരിക്കലും യസീദ് ഹസനെ വധിക്കാൻ കൽപ്പിച്ചിരുന്നില്ല എന്നാണ്. ഫിലിപ്പ് കെഹിറ്റിൻ്റെ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന് പറയുന്ന കിതാബുണ്ട്. അതിൽ ഈ ഒരു സംഭവം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യസീദ് തല വെട്ടിക്കൊണ്ടുവന്നു എന്നാണ് ചരിത്രം. യസീദിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അയാളോട് വളരെ പരുഷമായും വളരെ ക്രൂരമായും വളരെ തിരിച്ച് പെരുമാറുകയും അയാളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ കൊണ്ടുവന്ന സൈനിക തലവനെ യസീദ് വധിച്ചില്ല, അല്ലെങ്കിൽ പകരം വിട്ടില്ല? കാരണം അയാൾ പറയുന്നത്, ഞങ്ങൾ തടുക്കാൻ പോയി, അവർ അറ്റാക്ക് ചെയ്തു, അതിൻ്റെ ഇടയിൽ കൊളാട്രൽ ഡാമേജ് എന്ന നിലയിൽ വധിക്കപ്പെട്ടതാണ് എന്ന രീതിയിലാണ് യസീദിൻ്റെ മുമ്പിൽ ആ വാദത്തിന് മറുപടിയായി അയാൾ പ്രസൻറ്റ് ചെയ്തത്. ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞത്, പിന്നീട് സംഭവിച്ചത് എന്താണ്? ഈവൻ മൗലാന മൗദൂദിയുടെ ഒരു ഇമാം ഹുസൈൻ എന്ന് പറയുന്ന കിതാബുണ്ട്. യസീദിനെ വില്ലനായി ചിത്രീകരിക്കുന്നതാണ് പിന്നീട് സംഭവിച്ച എല്ലാ കൃതികളിലും. യസീദ് വില്ലനാണോ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർ പോലും പണ്ട് മുതലേ രണ്ട് തട്ടിലുള്ളവരാണ്. അതുകൊണ്ട് ചിലർ പറഞ്ഞു, യസീദിനെ വില്ലനാക്കേണ്ടതില്ല, തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ മതി, കാരണം സ്വഹാബികൾക്ക് തെറ്റുപറ്റാം. ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നവരും വില്ലനാക്കുന്നതിനേക്കാളും അപ്പുറം ആ ഒരു കാഴ്ചപ്പാട് വെക്കുന്നതാണ് ഒരു ഉമ്മത്തൻ വസത്തൻ എന്നൊരു സ്റ്റൈലിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നിലപാട് എന്ന രീതിയിൽ യസീദിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാർ നമുക്ക് മധ്യകാല ചരിത്രകാരന്മാർക്കിടയിൽ കാണുവാൻ പറ്റും. സ്വാഭാവികമായും അതിനുശേഷം പിന്നീട് ഇസ്ലാമിക ലോകത്ത്, അപ്പോഴും ഖലീഫതായി തന്നെ പദത്തിലാണല്ലോ അറിയപ്പെടുന്നത്, പക്ഷേ ഇസ്ലാമിക ലോകത്ത് പിന്നീട് രൂപപ്പെട്ട ഒരു പദമാണ് സൽത്തനത്ത്, സുൽത്താൻ. ഖലീഫ എന്നത് ഒരേ സമയം ഒരു ഇസ്ലാമിക ഒരു ശക്തി പേരെന്ന നിലയിൽ ലെജിറ്റിമസിയായി നിലനിൽക്കുമ്പോൾ പോലും ഭരണാധികാരത്തിന് അവരുപയോഗിച്ച പദമാണ് സൽത്തനത്ത്, സുൽത്താൻ. സുൽത്താൻ അല്ലെങ്കിൽ മലിക്കിൽ നിന്ന് പിന്നീട് അത് പതുക്കെ സുൽത്താൻ എന്നുള്ള മുലൂക്കിത്ത് എന്ന പദത്തേക്കാളും സുൽത്താൻ എന്നുള്ള പദമാണ് കൂടുതൽ അവർ സ്വീകരിച്ചത്. കാരണം വലിയൊരു പ്രദേശത്തിൻ്റെ ശക്തിയാകുമ്പോൾ മലിക്കിനേക്കാളും അപ്പുറം കുറച്ചും കൂടി പ്രവിശാലമായി ഉപയോഗിക്കാൻ പറ്റുന്ന പദപ്രയോഗമാണ് സുൽത്താൻ. അതുകൊണ്ടാണ് സൽത്തനത്ത് എന്നത് പിന്നീട് ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടത്. നമ്മൾ പിന്നീട് വന്ന ഭരണാധികാരികളുടെ ഖലീഫമാരെന്നറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ വിളിക്കുക സുൽത്താൻ അബ്ദുൽ ഹമീദ്, സുൽത്താൻ സുലൈമാൻ, സുൽത്താൻ സലീം എന്നൊക്കെ പേരിലാണ്. ഒരു ഖലീഫമാരാണെങ്കിൽ പോലും പക്ഷേ പൊളിറ്റിക്കൽ പവറിനെ കാണിക്കണമെങ്കിൽ സൽത്തനത്ത് അല്ലെങ്കിൽ സുൽത്താൻ എന്നുള്ള പദം തന്നെ വേണ്ടി വന്നു. അതേസമയം അവർ റിലീജിയസ്, അവർ ടാഗ് ഖലീഫത്തുൽ മുസ്ലിമീൻ അല്ലെങ്കിൽ അമീർ മുഅ്മിനീൻ എന്നതാണെങ്കിൽ പോലും അതേസമയം തന്നെ പിന്നീട് അവർ സുൽത്താൻ എന്നാണ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ അവർ സ്വന്തത്തിലേക്ക് ചേർത്തത്. ഖിലാഫത്ത് എന്നുള്ള പദം മാറി പിന്നീട് ദൗലത്ത് എന്നുള്ള പദം ഇസ്ലാമിക ലോകത്ത് രൂപപ്പെട്ടു. നമ്മളതിൻ്റെ രാഷ്ട്രം എന്നുള്ള പദത്തിലൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഖിലാഫത്ത് എന്നുള്ള പദം മാറി ഖുലഫാ റാഷിദ അല്ലെങ്കിൽ ഖിലാഫത്തുർ റാഷിദ എന്ന പദം ആദ്യകാലത്തായിരുന്നെങ്കിൽ പോലും പിന്നീട് ദൗല എന്നുള്ള പദത്തിലേക്ക് കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ഒരു ഇവല്യൂഷൻ ഇസ്ലാമിൻ്റെ ടെർമിനോളജികൾ പോലും സംഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് സുൽത്താൻ എന്നുള്ള പദം, പിന്നീടാണ് ദൗല എന്നുള്ള പദം. ഇങ്ങനെ പതുക്കെ അതിലേക്ക് കടന്നു വരുന്നുണ്ട്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ലോകത്ത് ഈ പലതരത്തിലുള്ള ഖിലാഫത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരേ സമയം പല ഖിലാഫത്തുകൾ പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. ഒറ്റ ഖിലാഫത്തല്ല ലോകത്തുണ്ടായിട്ടുള്ളത്. 661 വരെയാണ് നമ്മളുടെ ഖുലഫാഉർ റാഷിദുകളുടെ അല്ലെ ഖിലാഫത്തു റാഷിദുകളുടെ കാലഘട്ടം. 632 നിന്ന് തുടങ്ങി 32 നിന്ന് തുടങ്ങി 661 വരെ കാലഘട്ടം. 661 മുതൽ തുടങ്ങി 750 വരെയാണ് ബനു ഉമയ്യ ഡൈനാസ്റ്റിയുടെ കാലഘട്ടം. 750 വരെ. 750 മുതൽ 1258 വരെയാണ് അബ്ബാസികളുടെ കാലഘട്ടം. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ അബ്ബാസികളുടെ കാലഘട്ടത്തിൽ മൂന്നാമത്തെ മറ്റൊരു ഡൈനാസ്റ്റി സ്പെയിനിൽ ആരംഭിക്കുന്നത്. അത് സ്പെയിനിലെ ഉമയ്യ ഡൈനാസ്റ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഒരേ പാരലലി, അതായത് 746 അബ്ബാസികൾ ഒരു വലിയൊരു റവല്യൂഷണറി വിഭാഗമായി ഇറാൻ ഇറാഖ് ഭാഗത്ത് ശക്തമാവുന്നു. അബ്ബാസികൾ എന്ന് പറയുന്നത് അഹ്ലുൽ ബൈത്ത് ഫാമിലിയിലുള്ളവരാണ്. അബുൽ അബ്ബാസ് സഫാഹാണ് അതിൻ്റെ നേതൃത്വം. അവരുടെ ഷേഖായിട്ട് അഹ്ലുൽ ബൈത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ കൂടെയുണ്ട്. അബുൽ അബ്ബാസ് സഫാഹും ആൾ സയ്യിദാണ് എന്ന് വെച്ചാൽ നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം സൈനിക ശക്തിയായി വരികയും ബനു ഉമയ്യക്കാർക്കെതിരെ വലിയൊരു വിപ്ലവം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ബനു ഉമയ്യക്കാർ കൂടുതൽ അറബികൾക്ക് അധികാരം കൊടുക്കാൻ ശ്രദ്ധിച്ചു. അറബി ഭാഷയെ കൂടുതൽ പരിഗണിച്ചു. കാരണം അത് വേണമെന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ സാഹചര്യത്തിൽ ഉയർന്നു വന്ന തുർക്കികളെ, പേർഷ്യക്കാരെ, അജമികൾ എന്ന് വിളിക്കപ്പെടുന്ന അനർബികളായ ആൾക്കാരെ പരമാവധി അവർക്ക് വേണ്ട പരിഗണനകൾ കൊടുത്തില്ല, അകറ്റി നിർത്തി എന്നത് ശരിയല്ല. ഓറിയൻഷ്യൽ ചരിത്രരചനകളിൽ ബനു ഉമയ്യക്കാർ അനർബികളെ അകറ്റി നിർത്തി എന്നുള്ള വായനയാണ്, അത് തെറ്റാണ്. അകറ്റി നിർത്തിയിട്ടൊന്നുമില്ലെങ്കിൽ പോലും പരിഗണനകൾ വേണ്ടത്ര കൊടുത്തില്ല. അപ്പം അത് അവർക്കിടയിലുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവാൻ വലിയ കാരണമായി. അതിന് അബ്ബാസി ഫാമിലി ശരിക്ക് മുതലെടുക്കുകയും അബ്ബാസിൻ്റെ അബ്ദുൽ മുത്തലിബിലേക്കാണ് ഈ അബ്ബാസ് എന്ന് പറയുന്ന കണക്ഷൻ പോകുന്നത്. അതുകൊണ്ടാണ് അഹ്ലുൽ ബൈത്ത് കുടുംബമാർ അവരറിയപ്പെടുന്നത്. അവർ ശരിക്കും മുതലെടുക്കുകയും അനർബികളുടെ ഇറാൻ, ഇറാഖ്, അതുപോലെ തന്നെ ഫാഴ്സി ഭാഷ സംസാരിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടുകയും അഹ്ലുൽ ബൈത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഈ മുആവിയ കുടുംബത്തിനെ, ബനു ഉമയ്യ കുടുംബത്തിനെതിരെയുള്ള റവല്യൂഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 746 വലിയ യുദ്ധമുണ്ടാവുന്നു. പിന്നീട് അവസാനം വളരെ ദുർബലരായ ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. അവർക്ക് അധികാരം ഭരിക്കാൻ പറ്റില്ല. ജ്യേഷ്ഠാനിയന്മാർ പരസ്പരം വധിക്കുന്ന ഒരു സാഹചര്യം ബനു ഉമയ്യ കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഓരോ ഡൈനാസ്റ്റിയും തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇന്റേണൽ കോൺഫ്ലിക്റ്റാണ്. ജ്യേഷ്ഠൻ അനിയനെ കൊല്ലുക, വാപ്പ മകനെ കൊല്ലുക, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭവങ്ങളാണ്. ഇന്റേണൽ കോൺഫ്ലിക്റ്റാണ്. അവരുടെ കെടുകാര്യസ്ഥകളാണ്, അധികാര ദുർവിനിയോഗങ്ങളാണ്. മാത്രമല്ല ശരീഅത്തിൽ നിന്നുള്ള അകൽച്ചകളാണ്, ജനങ്ങളെ പരിഗണിക്കാതിരിക്കുന്നതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഈ എക്സ്റ്റേണൽ വിഷയങ്ങളിൽ ശക്തമാവുകയും ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് മതപരമായി തന്നെ ഞങ്ങളാണ് ശരിയായ അവകാശികൾ എന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ 750 അബുൽ അബ്ബാസ് സഫാഹ് ആദ്യത്തെ അബ്ബാസി ഖലീഫയായി മാറുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ ഇടക്കാലത്ത് മഹ്ദി എന്ന് പോലും ചിലർ വിശേഷിപ്പിച്ചിരുന്നു. അബുൽ അബ്ബാസ് സഫാഹ് ജനങ്ങളെ ദുർഭരണത്തിൽ നിന്ന് രക്ഷിച്ച, അക്രമത്തിൽ നിന്നും അധികാര ദുർവിനിയോഗത്തിൽ നിന്ന് രക്ഷിച്ച അന്നത്തെ ഒരു ലിബറേറ്ററായി, അന്നത്തെ ഒരു വിമോചകനായി അബുൽ അബ്ബാസ് സഫാഹിനെ കാണുകയും ചില ആൾക്കാർ മഹ്ദി എന്ന് പോലും വിശേഷിപ്പിച്ചിരുന്ന ചില ചരിത്രരേഖകൾ നമുക്ക് കാണാം. ആ അബ്ബാസിൽ നിന്ന് തുടങ്ങി പിന്നീട് 1258 എത്തുമ്പോൾ ഏതൊക്കെ കാരണത്താലാണോ മുആവിയയുടെ കുടുംബം പരാജയപ്പെട്ടത്, അതേ കാരണത്താൽ തന്നെ അബ്ബാസി കുടുംബവും ഇന്റേണലും എക്സ്റ്റേണലുമായ കോൺഫ്ലിക്റ്റിലൂടെ സംഭവിക്കുന്നു. അബ്ബാസി കാലഘട്ടത്തിലെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ മംഗോൾ ആദിവ് അറ്റാക്ക് ശക്തമാവുന്നു. ഹുലാക്കു ഖാനിൻ്റെ, ചെങ്കിസ് ഖാൻ്റെ പേരക്കുട്ടിയായ ഹുലാക്കു ഖാൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ അറ്റാക്ക് ഇറാഖ്, ബാഗ്ദാദ് ഭാഗങ്ങളിലേക്ക് എത്തുകയും ചുവരപ്പുഴകൾ ഉണ്ടാവുകയും അവസാനം ഒരു സംഭവം പറയുന്നത്, അന്നത്തെ ഒരു ഖലീഫ അയാൾ കൊട്ടാരത്തിൽ ഡാൻസും കളിയും ചിരിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടും മംഗോളുകൾ അറ്റാക്ക് നടത്തുന്നു. ഒരു സൈന്യൻ ഓടി വന്നിട്ട് പറഞ്ഞു ഇത് അറ്റാക്ക് സംഭവിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ ഇത് നോക്കാം എന്നുള്ള ചില വർത്തമാനം ഉണ്ടാകുന്നു. അവസാനം കൊട്ടാരത്തിലേക്ക് ഇടിച്ചു കയറുകയും ഇയാളെ തടവുപുള്ളിയാക്കി വെക്കുകയും ഖജനാവ് നോക്കുമ്പോൾ ഖജനാവ് മുഴുകെ സ്വർണവും അതുമൊക്കെയും. അപ്പോൾ ചില കഥകളാണ്. അപ്പോൾ ഈ സൈനിക നാടകൻ, ഈ മംഗോളിയ നേതാവ് ചോദിക്കുന്നു ഇതെന്താണ് വിതരണം ചെയ്യാത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു അതൊക്കെ എൻ്റേതാണ്, സുൽത്താൻ എന്ന നിലയിൽ എൻ്റെ സ്വത്തുക്കളാണ്. അപ്പോൾ പിന്നെ കഥ പറയുന്നത് ആ കുറേ സ്വർണ്ണം എടുത്ത് അയാളുടെ വായിലേക്ക് തിരികരുന്ന നീ തിന്നോളൂ എന്ന് പറയുന്ന വർത്തമാനം. ഇങ്ങനെയൊക്കെ വളരെ അപമാനിതനായി കൊല ചെയ്യപ്പെടുന്ന ഒരു കഥയാണ്
അബ്ബാസി അവസാന ഖലീഫയുടെ അവസ്ഥ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഇതേ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 750 ഒരു ഉമയ്യ കുടുംബത്തിലെ ഒരു രാജകുമാരൻ പ്രിൻസ് അബ്ദുറഹ്മാൻ, അദ്ദേഹം സ്പെയിനി ഭാഗത്തേക്ക്, നോർത്ത് ആഫ്രിക്കൻ മൊറോക്കൻ ഭാഗങ്ങളിലൂടെ കടന്ന് സ്പെയിൻ ഭാഗത്തേക്ക് രക്ഷപ്പെടുന്നു. അന്ന് സ്പെയിൻ ഈ ഉമയ്യയുടെ കീഴിലായിരുന്നല്ലോ. അപ്പോൾ ഖലീഫ മാറുമ്പോൾ അധികാരം മാറുന്നു. അദ്ദേഹം അവിടെ എത്തുകയും അന്ന് ഉമയ്യാക്കളുടെ ലോയലിസ്റ്റുകളായ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുകയും അവിടെ ബെർബർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഗോത്രമുണ്ട്. നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ, ഈ നമ്മുടെ ഇന്നത്തെ തുനീഷ്യ, അൾജീരിയ, മൊറോക്കോ ഭാഗങ്ങൾ ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ്. ബെർബർ ട്രൈബാണ്. അവരൊക്കെ ഒരുമിച്ച് കൂട്ടുകയും അമബികളായ ആൾക്കാരോട് ലോയലിസ്റ്റുകളായ ഈ ഭരണകർത്താക്കളെ ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ അദ്ദേഹം 756 അവിടെ ഒരു ഇമാറത്ത് ഉണ്ടാക്കുന്നു, എമിറേറ്റ്. 756 ഉമവി ഇമാറത്ത് അബ്ബാസികളുടെ അതേ കാലത്ത് സ്പെയിനിൽ ഇദ്ദേഹം ഉണ്ടാക്കുന്നു. അത് 790 ഏകദേശം 929 വരെ ആ ഇമാറത്താണ്. 929 അബ്ദുറഹ്മാൻ മൂന്നാമൻ എന്ന് പറയുന്ന ആൾ ഖിലാഫത്തായി പ്രഖ്യാപിക്കുന്നു. ഉമവി ഖിലാഫത്ത് സ്പെയിനിൽ. അങ്ങനെ 929 മുതൽ 1031 വരെ അബ്ബാസികൾ ഒരു ഭാഗത്ത് ഖിലാഫത്ത് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ സ്പെയിനിൽ മറ്റൊരു ഉമവി ഖിലാഫത്ത് സ്പെയിനിൽ ഉണ്ടാവുന്നു. ഒരേ സമയം 2 ഖിലാഫത്തുകൾ. അതേ സമയത്ത് മറ്റൊരു ഖിലാഫത്ത് നമുക്ക് ഇവിടെ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് കാണാം. നോർത്ത് ആഫ്രിക്കയിൽ ഫാത്തിമയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ അഹ്ലുൽ ബൈത്താണ് എന്ന് സ്വയം ആവശ്യപ്പെടുകയും 909 നമ്മുടെ മിസ്ർ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് അധികാരം പിടിച്ചെടുക്കുകയും അവർ ഫാത്തിമി ഖിലാഫത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരേ സമയത്ത് 3 ഖിലാഫത്തുകൾ ലോകത്തുണ്ടാവുന്നു. ഫാത്തിമി ഖിലാഫത്ത് അവസാനിക്കുന്നത് 1171 ഈ 1171 എന്ന് പറയുന്നത് മറ്റൊരു താരത്തിൻ്റെ ഉദയമാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹമാണ് ഫാത്തിമികളുടെ അധികാരം ഇല്ലാതാക്കുകയും അന്ന് അതുവരെ നോർത്ത് ആഫ്രിക്കയിലെ ഷാമൊക്കെ ഭരിച്ചിരുന്ന ഒരാളാണ് സംഗി ഡൈനാസ്റ്റി. ഇമാദുദ്ദീൻ സംഗി, നൂറുദ്ദീൻ സംഗി എന്ന് പറയുന്ന വളരെ ഇസ്ലാമിനോട് കമ്മിറ്റഡ് ആയ സുൽത്താൻമാരായിരുന്നു അവർ ഈ കുരിശ് യുദ്ധക്കാരെ പരാജയപ്പെടുത്തുന്നതിൽ പ്രമുഖരായിരുന്നു. ഈ നൂറുദ്ദീൻ സംഗിയുടെ വളർത്തുപുത്രനെ പോലെ കൊണ്ടു നടന്ന ആളാണ് സലാഹുദ്ദീൻ അയ്യൂബി. ഇപ്പോൾ ഒരു സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. സലാഹുദ്ദീൻ അയ്യൂബി എന്നുള്ള പേരിലാണ് സീരിയൽ. അതിൽ ഈ കഥകളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആ അയ്യൂബി കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു സ്വന്തം മകനായി സ്വീകരിച്ച ആളാണ് നൂറുദ്ദീൻ സംഗി. നൂറുദ്ദീൻ സംഗിയുടെ മരണശേഷം സലാഹുദ്ദീൻ അയ്യൂബി ആ ഷാമിൻ്റെ ഭരണാധികാരിയായി മാറുകയും ഫാത്തിമികളെ തുരത്തി ഓടിക്കുകയും ഇല്ലാതാക്കുകയും മുഴുവൻ നോർത്ത് ആഫ്രിക്കൻ ആ ഭാഗങ്ങൾ മുഴുവൻ തൻ്റെ കയ്യിലേക്ക് വരുന്നു. അതോടുകൂടി ഫാത്തിമി ഡൈനാസ്റ്റി ഇല്ലാതാവുന്നു. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സലാഹുദ്ദീൻ അയ്യൂബി കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞോടി 1258 ആവുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ അബ്ബാസികൾ ഇല്ലാതാവുന്നു. പക്ഷേ അബ്ബാസി ഡൈനാസ്റ്റി ബാക്കിയാവുന്നുണ്ട്, ഭരണമാണ് ഇല്ലാതാവുന്നത്. ഒരു ഖലീഫ, ഒരു കുടുംബത്തിന് ഖിലാഫത്ത് പതിച്ചു കൊടുക്കൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ദുരവസ്ഥയായി മാറ്റപ്പെട്ട കാലമാണ്. ഈ അബ്ബാസി കുടുംബത്തിൻ്റെ കുറച്ച് രാജകുമാരന്മാർ ഇവരെന്ത് ചെയ്തു? ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു. അപ്പോൾ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന മംലൂക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന അടിമ രാജവംശമായിരുന്നു. റുക്നുദ്ദീൻ ബൈബേഴ്സ്, സൈഫുദ്ദീൻ ഖുത്തൂസ് എന്നറിയപ്പെടുന്ന പ്രമുഖരായ നേതാക്കന്മാരാണ്. അവർ ഈ അബ്ബാസി ബാക്കി വന്ന ഖലീഫമാരുടെ മക്കളെ അവർ ഈജിപ്തിൽ കുടിയിരുത്തുകയും അവരെ ഖലീഫയായി സങ്കല്പിച്ച് ഇവർ സുൽത്താൻമാരായി മംലൂക്കുകൾ ഭരിക്കുന്ന കാലമായിരുന്നു. ഇപ്പോൾ ഒരേ സമയം പല ഭാഗത്ത് പല ഡൈനാസ്റ്റികൾ വളരുന്ന കാലഘട്ടം. അങ്ങനെയാണ് മറ്റൊരു ഭാഗത്ത് തുർക്കി കേന്ദ്രീകരിച്ച്, ഇന്നത്തെ തുർക്കിയിൽ കൊനിയ, സോഗത്ത് എന്നൊക്കെ പറയുന്ന അനത്തോളിയിലെ ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു വിഭാഗം, തുർക്കിക് വംശജരായ ഒരു വിഭാഗം ഉയർന്നു വരുന്നത് 1298 അല്ലെങ്കിൽ 1300 എന്ന് വേണേൽ പറയാം. ഉസ്മാൻ ഖാൻ അല്ലെങ്കിൽ ഉസ്മാൻ ബേ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഒരു മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുകയും അദ്ദേഹം സ്വയം ഒരു ഭരണാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എർത്തുറുഗുൽ ഉസ്മാൻ്റെ പിതാവാണ്. എർത്തുറുഗുലൊന്നും ഒന്നുമല്ല, ചെറിയൊരു അധികാരം ഇത് മാത്രമേ ഉള്ളൂ. എർത്തുറുഗുലിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൽ എർത്തുറുഗുലിന് വളരെ ചുരുക്കം ചില വിശദീകരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഉസ്മാനിലൂടെയാണ് വിശാലമാവുന്നത്.
ഉസ്മാൻ അങ്ങനെ വരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ സ്ഥാപകൻ എന്നാണ് ഉസ്മാനെ വിശേഷിപ്പിക്കുന്നെങ്കിൽ പോലും ഉസ്മാൻ ഖലീഫ എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നില്ല. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഒരു വ്യാപനം സംഭവിക്കുന്നത് പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമത് ഒരു ബെയ്ലിക് എന്ന് പറയും. അതായത് ഒരു മേയർഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പദപ്രയോഗമാണ്. അതിൽ നിന്ന് ബെയ്ലിക്കിൽ നിന്നും പിന്നീട് സുൽത്താനേറ്റ് എന്നുള്ള പദം അവർ കടമെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളിലേക്ക് എത്തുമ്പോൾ സുൽത്താൻ എന്നുള്ള പദം വരുന്നു. പിന്നീട് ഈ സുൽത്താൻമാരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്ന കാലത്ത് പോലും സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമൻ എന്ന് മാത്രമേ അദ്ദേഹത്തെ വിളിക്കുന്നുള്ളൂ. അപ്പോഴും മുനിസിപ്പൽ കോർപ്പറേഷൻ ആ ഒരു ആശയമുള്ള ബെയ്ലിക് അതിൽ നിന്ന് മാറി സൽത്തനത്തിലേക്ക് എത്തുകയും 1517 സുൽത്താൻ സലീം ഒന്നാമൻ അദ്ദേഹം ഹിജാസ് പിടിച്ചെടുക്കുന്നു. മിസറും ഹിജാസും, ഈജിപ്തും ഹിജാസും 1517 മുതൽ 21 വരെയുള്ള കാലത്ത് പിടിച്ചെടുക്കുന്നതോടുകൂടി അതുവരെയും അന്ന് ബാക്കിയുണ്ടായിരുന്ന അബ്ബാസികൾ അധികാരം കൈമാറുന്നു. ഹിജാസ് പിടിച്ചെടുക്കുക എന്ന് വെച്ചാൽ മക്കയും മദീനയും പിടിച്ചെടുക്കുക എന്നാണ് എൻ്റെ അർത്ഥം. മക്കയും മദീനയും പിടിച്ചെടുക്കുന്നതോട് സംഭവിച്ചത് എന്താണ്? ഹറമൈൻ കയ്യിലേക്ക് വരുന്നു. ഖിലാഫത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ആയിട്ട് ഇസ്ലാമിക ലോകം തന്നെ കണ്ടത് ഹറമൈനാണ്. ഇവിടെയാണ് ഒരു പ്രശ്നം പൊങ്ങി വന്നത്. തുർക്കുകളാണ്, അറബികളല്ല, ഖുറൈശികൾ പോലുമല്ല. ഉമവികൾ ഖുറൈശികളായിരുന്നു, അബ്ബാസികൾ ഖുറൈശികളായിരുന്നു, ഫാത്തിമികൾ ഖുറൈശികൾ, അവരുടെ പരമ്പര ഖുറൈശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പോലുമുണ്ട്, അഇമ്മത്തു മിൻ ഖുറൈശ്. ഇനി എൻ്റെ സമൂഹത്തിലെ നേതൃത്വം ഖുറൈശിൽ നിന്നാണ്. കാരണം ഖുറൈശികൾക്ക് ഒരു ഒരു ഭരണ ക്വാളിറ്റി കൂടുതലുള്ളവരാണ്. അങ്ങനെയുള്ളവർ നല്ല ഭരിക്കാൻ പറ്റുമെന്നുള്ള പോയിന്റിൽ നിന്നതുകൊണ്ടാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ചുരുണ്ട മുടിയുള്ള കറുത്തവനായ ഒരു അടിമയാണ് അന്ന് വന്നാൽ പോലും അയാളെ അനുസരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെയും പറഞ്ഞിട്ടുണ്ട്. ഉമർദാവിന് തന്നെ തൻ്റെ അടിമയായ ആസിമിനെ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവനെ ഖലീഫയാക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അയാളൊന്നും ഖുറൈശി ആയിരുന്നില്ല. ഇത് ഗോത്രത്തിൻ്റെ മഹിമ ഒരേ ഉള്ളപ്പോൾ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരലായി മറ്റൊരു ഐഡിയയും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഖുറൈശികൾ കോണ്ടക്ച്വലി അവർക്കുള്ള അധികാരം അവർക്ക് എടുക്കാൻ പറ്റുന്നതാണ്, അവരുള്ള പവറുള്ളവരാണ് എന്നുള്ള അർത്ഥത്തിലുകൊണ്ടാണ്. പക്ഷെ തുർക്കികളോ അറബികളല്ല, ഖുറൈശികളുമല്ല. അപ്പോൾ എങ്ങനെയാണ് ഖിലാഫത്ത് വാദിക്കാൻ പറ്റുക? അവിടെ ഒരു ഫിഖ്ഹിൻ്റെ തിയോളജിക്കലി ഒരു വിഷയം വരുന്നു, ഫിഖ്ഹിൻ്റെ നിയമപരമായ ഒരു പ്രശ്നവും വരുന്നു. അപ്പോഴാണ് ഷെയ്ഖുൽ അക്ബർ എന്നറിയപ്പെടുന്ന മുഹീദ്ദീൻ ഇബ്നു അറബിയുടെ ഒരു ചിന്ത ഉസ്മാനി ലോകത്ത് ശക്തമാവുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാമിക ചരിത്രത്തിൽ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഖിലാഫത്ത് റസൂലില്ലയാണ്. പക്ഷേ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഖിലാഫത്തുള്ളയാണ്. ഇനി ജായിലും ഫിൽ അർളി ഖലീഫ, അള്ളാഹുവിൻ്റെ ഖലീഫയാണ്. ഇസ്ലാമിക ചരിത്രത്തിലോ നബിയുടെ പിന്തുടർച്ചയാണ്. യഥാർത്ഥത്തിൽ ആരാണോ അള്ളാഹുവിൻ്റെ ഖലീഫ അവനാണ് നബിയുടെ ഖലീഫയും. അങ്ങനെയാണല്ലോ. ആ ഒരു ചിന്തയെ തുർക്കികൾ കടമെടുക്കുകയും ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഖലീഫയാണ് എന്ന് വാദിക്കുകയും അങ്ങനെ 1517 അല്ലെങ്കിൽ 21 കാലത്തിൽ സുൽത്താൻ സലീം ഒന്നാമൻ ഖിലാഫത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ആ ഫിഖ്ഹ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് അടുത്ത ഖിലാഫത്ത് രൂപപ്പെടുന്നത്. ഖുറൈശികളല്ല, അറബികളല്ലാത്ത ഖുറൈശികളല്ലാത്ത തുർക്കുകൾ നിയമത്തിൻ്റെ ഇബ്നു അറബിയുടെ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് ഖിലാഫത്തുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖലീഫയായി അവർ പ്രഖ്യാപിക്കുന്ന ഖിലാഫത്ത് ഉസ്മാനിയ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. പക്ഷെ അതേസമയം തന്നെ റിലീജിയസ് ലെജിറ്റിമസി സ്ഥാപിക്കുവാൻ ഖിലാഫ ഉസ്മാനിയ പറയുകയും എന്നാൽ അവരുടെ പവർ അതോറിറ്റി കാണിക്കാൻ വേണ്ടി അദൗല ഉസ്മാനിയ ഉപയോഗിക്കുകയും ചെയ്തു. ഈ ചിന്തയെടുത്തത് ഇബ്നു അറബിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കിതാബുണ്ട്, അദൗല ഉസ്മാനിയ ഫി ഷജറ നഅ്മാനിയ ഫി ദൗല ഉസ്മാനിയ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. അതായത് ഇബ്നു അറബി 13-ാം നൂറ്റാണ്ടിലുള്ള ആളാണ്. ഇബ്നു അറബിയുടെ ഒരു പ്രവചനം വരുന്നുണ്ട്, ഷാം പോലുള്ള പ്രദേശങ്ങളൊക്കെയും കീഴടക്കുന്ന ഒരു സീൻ ഉണ്ടാകും, സീൻ ഉണ്ടാകും. അതോടുകൂടി മാത്രമല്ല, ഇബ്നു അറബിയുടെ ഒരു പ്രവചനമായിരുന്നു ഉസ്മാൻ്റെ കുടുംബത്തിൽ നിന്നൊരു ഷജറ, ഒരു പ്രകാശപൂരിതമായ ഒരു വൃക്ഷം വളരുകയും അത് പടർന്നു പന്തലിക്കുകയും ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനമാണ്. ആ പ്രവചനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്, നിയമപരമായും തിയോളജിക്കലി ഉപയോഗിച്ചുകൊണ്ടാണ് ഉസ്മാനികൾ ഞങ്ങൾ നിയമപരമായി തന്നെ ഖിലാഫത്താണ് എന്ന് വാദിച്ചത്. അങ്ങനെ അവർ എന്തായി മാറുന്നു? ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫമാരായി മാറുന്നു.
എന്ന് മാത്രമല്ല, അന്ന് ഇറാൻ്റെ അധികാരത്തിലുണ്ടായിരുന്നത് സഫവികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഷിയഈ പൊളിറ്റിക്കൽ അതോറിറ്റി വിഭാഗമായിരുന്നു. നിങ്ങൾ അതും കൂടി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആരാണ് സഫവികൾ? 12-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു സുന്നിയായ അഹ്ലു കുടുംബത്തിൽപ്പെട്ട ഷെയ്ഖ് സഫിയുദ്ദീൻ അർദബീലി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ സൂഫി ത്വരീഖത്താണ് സഫവി ത്വരീഖത്ത്. ആ ത്വരീഖത്ത് പിന്നീട് മാറുകയും ഒരു 14-15 നൂറ്റാണ്ട് അടുത്തേക്ക് എത്തുമ്പോൾ സംഭവിച്ചത് തുർക്കുമൻ അലവി പക്ഷപാതികളായ ഒരുപാട് പേർ ഈ ത്വരീഖത്തിൻ്റെ പ്രധാന അനുയായികളായി മാറുകയും അങ്ങനെ സുന്നിയായ ഒരു സൂഫി ഗ്രൂപ്പ് ഷിയയായി മാറുകയും 1503 ഇറാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ ഷെയ്ഖ് ഇസ്മായിൽ സഫവി ഡൈനാസ്റ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഒരു ഫുൾ ഫ്ലെഡ്ജായ ഷിയഈ പൊളിറ്റിക്കൽ സ്ട്രക്ചർ യഥാർത്ഥത്തിൽ ലോകത്ത് സംഭവിക്കുന്നത് അത് 1503 അതിനു മുമ്പ് ഈ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് പലരും ഉയർന്നു വന്നില്ല. ഷീ സുന്നി ലോകത്തെ മിക്സഡ് ആയ ഭരണാധികാരികളായിരുന്നു പലരും. ഒരു ഫുൾ ഫ്ലെഡ്ജഡ് പൊളിറ്റിക്കൽ ഐഡിയോളജിയായി രൂപപ്പെടുന്നത് അത് സഫവികളുടെ 1503 രാഷ്ട്രസ്ഥാപനത്തോടു കൂടിയിട്ടാണ്. ഉസ്മാനികളുടെ പ്രധാന വില്ലന്മാർ അവരായിരുന്നു. ഇവർ പരസ്പരം യുദ്ധം ചെയ്യുകയും അത് എതിരിടുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ ഇന്ത്യയുമായി ഒരു ബന്ധമുണ്ട്. ഇവിടെ മുഗൾ ഡൈനാസ്റ്റി സ്ഥാപിക്കപ്പെടുന്നു 1526 ബാബർ മുഖേന. ബാബറിൻ്റെ മകൻ ഹുമയൂൺ അധികാരത്തിലേറുന്നു. ഹുമയൂണിനെ ഷേർഷാ സൂരി അടിച്ചോടിക്കുന്നു. ഹുമയൂൺ രക്ഷപ്പെടുന്നത് ഇറാനിലാണ്. ഇറാൻ എന്ന് സഫവികളുടെ കയ്യിലാണ്. ഉസ്മാനികളും മുഗളന്മാരും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു കാരണം മുഗളന്മാർ ഷിയാക്കളുള്ള ബന്ധം കാരണമായി. മുഗളന്മാർ സുന്നികളാണെങ്കിൽ പോലും സഫവികൾ ഷിയാക്കളാണ്, ഉസ്മാനികൾ സുന്നികളാണ്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ട്രയാങ്കിളിറ്റി അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു കാരണം ലോകവ്യാപകമായി സഫവികൾ ബന്ധമുണ്ടാക്കുക, എന്നാൽ ഹിജാസിലെ പ്രധാന ശക്തിയായി അവർ മാറുകയും ചെയ്യുക. അങ്ങനെ 1736 സഫവികളെയും കൂടി പരാജയപ്പെടുത്തുന്നതോടുകൂടി സുന്നികളുടെ സംരക്ഷകൻ എന്ന തരത്തിലേക്ക് ഉസ്മാനികൾ മാറുന്നു. അങ്ങനെ കുറച്ചും കൂടി പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഉസ്മാനികൾക്കുണ്ടാവുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നീണ്ട ചരിത്രത്തിൻ്റെ ബാക്കിയായി 1926 1924 അവരുടെ പതനവും സംഭവിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വേറെ 2 ഖിലാഫത്തും കൂടി ഇസ്ലാമിക ലോകത്ത് ഉണ്ടാവുന്നുണ്ട്. വേറെയും ഖിലാഫത്തിൻ്റെ ചരിത്രം. ഉസ്മാൻ ദാൻ ഫോദിയോ നൈജീരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് 1804 അദ്ദേഹം സൊദോക്കോ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ഖിലാഫത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഉസ്മാൻ ദാൻ ഫോദിയോ എന്ന് പറയുന്ന ആൾ ഖാദിരി ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ്. അദ്ദേഹം നൈജീരിയയിലെ ഒരുപാട് ഗ്രാമങ്ങളും ഗോത്രങ്ങളും പിടിച്ചടക്കുകയും സ്വയം ഖലീഫയായി പ്രഖ്യാപിക്കുകയും ഏറെ കാലഘട്ടം ഏകദേശം 1903 വരെയെങ്കിലും നൈജീരിയൻ വെസ്റ്റ് ആഫ്രിക്കൻ ഭാഗത്തിലെ ഖിലാഫത്തായി അത് തുടർന്നിരുന്നു. അത് മറ്റൊരു ഖിലാഫത്തിൻ്റെ ചരിത്രമാണ്. ഇതിൻ്റെ കൂടെ ഉസ്മാൻ ദാൻ ഫോദിയയുടെ പേരക്കുട്ടിയുടെ മരുമകനായ ഉമർ താൽ എന്നറിയപ്പെടുന്ന ഒരാൾ, അദ്ദേഹം തിജാനി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്നു. അദ്ദേഹം സൊമാലിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉമരിയ ഖിലാഫത്ത് എന്ന പേരിൽ അദ്ദേഹം ഏകദേശം 1794 മുതൽ 1864 വരെയെങ്കിലും ആ ഒരു കാലഘട്ടം അവരും ഭരിച്ചിരുന്നു. അതായത് ഇസ്ലാമിക ലോകത്ത് നിരവധി ഖിലാഫത്തുകളുടെ ചരിത്രം നമുക്ക് കാണാം. ഉമവി, അബ്ബാസി, ഉസ്മാനി എന്നതിനേക്കാളും അപ്പുറം ഫാത്തിമികളുടെയും സ്പെയിനിലെ ഉമവികളുടെ ചരിത്രവും ഉസ്മാൻ ദാൻ ഫോദിയുടെ വെസ്റ്റ് ആഫ്രിക്കയിലെ ചരിത്രവും സൊമാലിയയിലെ ഉമർ താലിൻ്റെ ചരിത്രവും ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഖിലാഫത്തിന് ഒരുപാട് പൊളിറ്റിക്കൽ ഇവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഖിലാഫത്ത് എന്നുള്ള റിലീജിയസ് ലെജിറ്റിമസിക്ക് വേണ്ടി ആ പദം ഉപയോഗിക്കുന്നതോടുകൂടെ തന്നെ സൽത്തനത്ത് എന്നുള്ളത് പ്രധാന പദപ്രയോഗമായി മാറി. ഉസ്മാനി ഖിലാഫത്തിൻ്റെ പതനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ കഴിയും. ഉസ്മാനി ഖിലാഫത്തിൻ്റെ പതനത്തിൽ ആദ്യം അവരെടുത്തു കളയുന്നത് ഈ മുസ്തഫ കമാൽ പാഷ സൽത്തനത്താണ് എടുത്തു കളയുന്നത്. എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ അതോറിറ്റി യുവ തുർക്കികൾ ഏറ്റെടുക്കുന്നു. 1924 ഖിലാഫത്ത് എടുത്ത് മാറ്റുന്നത്. കാരണം അത് ഒരു പൊളിറ്റിക്കൽ റിലീജിയസ് അതോറിറ്റി അവിടെ നിലനിർത്തുകയും അതൊരു പേര് നോമിനൽ മാത്രമായിരുന്നു എന്നതുകൊണ്ട് അത് അവിടെ നിലനിർത്തുകയും പൊളിറ്റിക്കൽ അതോറിറ്റി യുവ തുർക്കികൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സൽത്തനത്താണ് ആദ്യം റിമൂവ് ചെയ്യുന്നത് 1921-22 പിന്നീടാണ് മുഴുവനും അധികാരത്തിലേക്ക് വന്നപ്പോൾ ഇനി നമുക്ക് ഇസ്ലാമും വേണ്ട ഒന്നും വേണ്ട എന്ന പേരിൽ ഖിലാഫത്തും എടുത്തു കളയുന്നത് 24 അതോടുകൂടി അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു
ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ ഒരു മാറ്റം ചരിത്രപരമായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് ഖിലാഫത്ത് മുലൂക്കിയത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് ചർച്ചകളുണ്ടായത്. വിവിധ മുലൂക്കിയത്ത് ഉണ്ടാകുവാനും വിവിധ കാരണങ്ങളുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ എവല്യൂഷൻ അതിൻ്റെ പുറകിലുണ്ട്. ഒരുപാട് സാംസ്കാരിക രാഷ്ട്രീയ വശങ്ങളുണ്ട്. ഈ മതപരമായ ഡയമെൻഷൻ പോലും അതിൻ്റെ പുറകിലുണ്ട്. വിശദമായി പഠിക്കേണ്ട ഒരു ഫീൽഡാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.